ഈ ബിസിനസ് നിന്റേതാക്കി എടുക്കാനായിട്ട് ഓരോ കരുക്കളായിട്ട് നീക്കുകയാണ്. നീ നിന്റെ അച്ഛൻ നീരജ് ഗില്ലിനോടൊപ്പം ചേർന്ന് മുത്തശ്ശനോട് ഓരോന്ന് പറഞ്ഞ് എല്ലാം കൈക്കലാക്കി സരിതയെ പുറത്താക്കാനല്ലേ നോക്കുന്നേ? ആകാശ്, സ്റ്റോപ്പ് ഇറ്റ്. നീ എന്താ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? മുത്തശ്ശ, നിങ്ങൾ എന്താ ചെയ്യണേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വെറുതെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ സരിതയ്ക്ക് അവസരങ്ങൾ കൊടുക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ശൗര്യം മാത്രമാവുള്ളേ. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ശൗര്യയെ കമ്പനിയിലും കയറ്റാം, സരിതയെ പറഞ്ഞ് വിടുകയും ചെയ്യാം. യു ആർ ഡിസ്ഗസ്റ്റിംഗ്. ആകാശ്, നിന്റെ നില മറക്കരുത്. ഇത് ഞങ്ങളുടെ മുത്തശ്ശനാ. നിന്നേക്കാൾ പ്രായം കൊണ്ടും പദവി കൊണ്ടും സ്ഥാനം കൊണ്ടും മേളില. സന്ധ്യേ, എന്റെ സന്ധ്യേ, നിന്നെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. എനിക്ക് നന്നായിട്ട് അറിയാം സരിതയെ തോപ്പിക്കാൻ വേണ്ടി നീയും ശൗര്യയും പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. കാരണം നീ ശൗര്യയുടെ അമ്മാവന്റെ മകളല്ലേ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങള് രണ്ടുപേരും ഒരുപോലെ തന്നെയാ ചിന്തിക്കുന്നേ. സരിതയെ തോൽപ്പിക്കാനുള്ള കാര്യം വരുമ്പോ പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടാ. എനിക്കറിയാം, നിങ്ങൾ എനിക്ക് മദ്യം തന്നത് ഞാൻ സരിതയെ കുറിച്ച് മോശമായിട്ട് പറയാനാ അല്ലേ? പക്ഷെ നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ തെറ്റിപ്പോയി. ഞാൻ സരിതയുടെ ഒപ്പം തന്നെയാ. ഞാൻ ഉള്ളിടത്തോളം കാലം സരിതയെ ആർക്കും ഒരു ചൂക്കും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? ശൗര്യ, സരിത നിങ്ങൾ എല്ലാവരെക്കാളും നല്ല കഴിവുള്ളവളാണ്. നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും, നിങ്ങൾ എന്തൊക്കെ ചതി ചെയ്താലും അവസാന വിജയം അവളുടെ ഒപ്പമായിരിക്കും. നീ നിന്റെ വായൊന്ന് അടച്ചു വെക്കുന്നുണ്ടോ? ഇപ്പൊ തന്നെ നീ എന്തൊക്കെ തോന്നി വസാടാ പറഞ്ഞ് ഇറങ്ങി പോടാ ഇവിടുന്ന്. ഇന്ന് നിങ്ങൾ രണ്ടുപേരും ചെയ്തത് വളരെ നാണം കെട്ട പരിപാടിയാണ്. ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയ്ക്ക് തരം താഴ്ന്നു പോകുന്ന എനിക്ക് അറിയില്ലായിരുന്നു. ഇനി മുതല് ആകാശിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തു വെച്ചോ, ഇദ്ദേഹം എന്റെ ഭർത്താവാണ്. ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഒരു ബന്ധം അകലാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനി മുതല് ആകാശിനെതിരായി എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞാ ഞാൻ ആരും വെറുതെ വിടില്ല. പോ. ഇവിടെ എന്താ നടക്കുന്നേ? കള്ളു കുടിച്ചവൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ സരിതയോ, അവൾ എങ്ങനെയാ അവന്റെ കൂടെ ജീവിക്കുന്നേ? അതിന് നമ്മളിപ്പോ എന്താ ചെയ്യാ? സരിതയുടെ അച്ഛൻ ഈ ഒന്നിനും കൊള്ളാത്തവനെ പിടിച്ച് നമ്മുടെ തലയെ വെച്ചത്. ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനാദ്യം വേണ്ടത് അവരെ രണ്ടുപേരെയും തമ്മിൽ പിരിക്കുക എന്നുള്ളതാ. അതെങ്ങനെയാ? ശരി, നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ നീ ചെയ്തോ. പക്ഷെ ഒരു കാര്യം ഓർമ്മ വെക്കണം, സരിതയ്ക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. അതാലോചിച്ച് പേടിക്കണ്ട, സരിതയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഇന്നിവിടെ സംഭവിച്ചതിന് പിന്നില് സന്ധ്യയും ശൗര്യം തന്നെയാണ്. എന്നാലും എനിക്ക് അവരോട് നന്ദിയുണ്ട്. അതുകൊണ്ടല്ലേ ആകാശിന്റെ മനസ്സിലെ ഫീലിങ്സ് ഒക്കെ പുറത്തു വന്നത്. ഇനി എനിക്ക് ധൈര്യമുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ആകാശ് എന്റെ കൂടെ തന്നെ ഉണ്ടാവുന്നു. സരിത, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. സോറി, അവിടെ വെച്ച് അങ്ങനെ പെരുമാറിയതില് നിന്നോട് ഞാൻ മാപ്പി ചോദിക്കാം. സരിത, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. നിനക്ക് വിഷമം വരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. എന്നും നിന്റെ കൂടെ തന്നെ ഞാൻ കാണും. നിന്നെ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് വിടില്ല. എന്തുപറ്റി? ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാട്ടോ. ശൗര്യ അയച്ച ആ മെസ്സേജിൽ അഹാന്റെ ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതിലവൻ മറ്റൊരു പെണ്ണിനൊപ്പമായിരുന്നു, അതും വിവസ്ത്രനായി. രണ്ടുപേരും ഒരു കിടക്കയിലായിരുന്നു. അപ്പോൾ ആകാശിന് മറ്റൊരു മെസ്സേജ് കൂടി വന്നു. നിന്റെ ഈ ഫോട്ടോസ് എല്ലാം സരിതയെന്ന് കാണും. പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ നോക്കാം. ഈ മെസ്സേജ് കണ്ടപ്പോൾ ആകാശിന് വല്ലാത്ത പരിഭ്രമമായി.
അവിടെ നിൽക്ക്. ഇനി ഈ വീട്ടിൽ കാല് കുത്താൻ പോലും നിനക്ക് അവകാശമില്ല. ഇന്നലെ വരെ നീ ഒന്നിനും കൊള്ളാത്തവൻ മാത്രമായിരുന്നു. ഇന്ന് നീ നാണക്കേട് കൂടി ഉണ്ടാക്കി. നിനക്ക് ഇതിനൊക്കെ എങ്ങനെ ധൈര്യം വന്നു? എന്റെ മോളെ നീ ചതിക്കായിരുന്നില്ലേ? ഇത് നുണയാണ്. എനിക്കറിയില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന്. നീ ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട. ഈ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ അത് നീയാണെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാവും. ഇത് പറഞ്ഞുകൊണ്ട് ശൗര്യ സരിതയുടെ കയ്യിലേക്ക് ഫോൺ കൈമാറി. സരിത ഞെട്ടലോടെ എല്ലാ ഫോട്ടോയും കണ്ടു. അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. വിശ്വസിക്കാനാവാതെ അവൾ ആകാശിന്റെ മുഖത്തേക്ക് നോക്കി. ഇത് വിശ്വസിക്കരുത്. ഇവരെല്ലാവരും കൂടി നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുക. എനിക്കറിയില്ല ഈ ഫോട്ടോസ് എവിടെന്നാ വന്നതെന്ന്, എങ്ങനെയാ വന്നതെന്ന്. ഇവരെല്ലാവരും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. ആണോ? എങ്കിൽ സത്യം എന്താന്ന് നിങ്ങൾ തന്നെ പറ. പൈസക്കുള്ള ആർത്തി കൊണ്ടല്ലേ നിങ്ങൾ കല്യാണം കഴിച്ചത്. പക്ഷെ പണത്തോടുള്ള നിങ്ങളുടെ ആർത്തി ഇതുവരെ തീർന്നിട്ടില്ല. ആ, നിങ്ങള് എന്ത് ബന്ധത്തിന്റെ കാര്യമാ പറഞ്ഞേ? അതിന് അങ്ങനെ ഒരു ബന്ധം ഇതുവരെ ഇല്ലല്ലോ. സരിത നിറകണ്ണുകളോടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. സരിത, നിന്റെ മുമ്പിലുള്ളത് ഡിവോഴ്സ് പേപ്പറാണ്. മിണ്ടാതെ സൈൻ ചെയ്തോ. ഈ മനുഷ്യന്റെ കൂടെ ഇനി ഒരു മിനിറ്റ് കൂടി നീ ജീവിക്കരുത്. ഒരിക്കൽ കൂടി സരിത ആകാശിന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ കണ്ട് ആകാശിന്റെ ഹൃദയം തകർന്നു. സരിത ഉറച്ച കാൽവയ്പുകളോടെ ആ ടേബിളിനടുത്തേക്ക് നടന്നു. അവിടെ ഡിവോഴ്സ് പേപ്പറുകൾ ഉണ്ടായിരുന്നു. ഇത് കണ്ട് ആകാശിന്റെ നെഞ്ചിടിപ്പ് കൂടി. സരിത, നീ എന്താ ആലോചിക്കുന്നേ? പേപ്പേഴ്സിൽ സൈൻ ചെയ്. എന്നിട്ട് ഇയാളിന്ന് രക്ഷപ്പെടാൻ നോക്ക്. അല്ലെങ്കിൽ തന്നെ അപമാനം അല്ലാതെ ഇയാൾ നിനക്ക് എന്താ തന്നിട്ടുള്ളേ? സന്ധ്യ പറയുന്നത് ശരിയാണ് സരിത. ഈ പേപ്പറിൽ സൈൻ ചെയ്ത് അവന്റെ മുഖത്തേക്ക് എറിയും. നിന്നെ ചതിക്കാനും മാത്രം ധൈര്യം ഇവനുണ്ടായോ? പെട്ടെന്ന് സരിത തന്റെ കയ്യിലിരുന്ന പേന വലിച്ചെറിഞ്ഞു. ഇത് കണ്ട് ശൗര്യയും സന്ധ്യയും അത്ഭുതപ്പെട്ടു. അപ്പോൾ യാമിനി ഉറക്കെ പറഞ്ഞു, സരിത, നിനക്കെന്താ പറ്റിയേ? ഈ മനുഷ്യൻ നിന്നെ ചതിച്ചതാണ് മോളെ. സരിത, നിനക്കെന്താ വട്ടാണോ? ആദ്യം അമ്മ എനിക്ക് വട്ടാണ്. ഞാനും ആകാശം തമ്മിലുള്ള ബന്ധം അകറ്റാൻ വേണ്ടി നിങ്ങളൊക്കെ ഇത്രയ്ക്കും ചെയ്യുന്ന എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, അമ്മ ഇവര് പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുവാണോ? നീ എന്താ പറഞ്ഞു വരുന്നേ? ദേവ് മഹേന്ദ്ര എന്നോട് മാപ്പ് ചോദിക്കാൻ വന്നതാ. അയാൾ എന്നോട് പറഞ്ഞു ശൗര്യയും സന്ധ്യയും കൂടി ആകാശിനെ അന്നൊരു ദിവസം ക്ലബിൽ വിളിച്ചിരുന്നു. അതേസമയം മഹേന്ദ്രയും അവിടെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞേ. ആകാശിനെ ബോധം കെടുത്തി ഏതോ ഒരു പെണ്ണിനെ കൂട്ടിച്ചേർത്ത് കുറെ വൃത്തികെട്ട ഫോട്ടോസ് എടുത്തു. എന്നിട്ട് അതും കാണിച്ച് ഞങ്ങള് തമ്മിലുള്ള ബന്ധം അകറ്റണം. ഏത് മഹേന്ദ്രൻ? എനിക്കറിയില്ല. നിന്നെ ആരെങ്കിലും വല്ല കള്ളം പറഞ്ഞ് പറ്റിച്ചതാവും. ദേവ് മഹേന്ദ്ര എന്റെ അടുത്ത് വന്നത് ഫുൾ CCTV ഫുട്ടേജുമായിട്ടാണ്. എല്ലാ തെളിവുകളും എന്റെ തന്നു കഴിഞ്ഞു. ഇത്രയൊക്കെ സംഭവങ്ങളും നടന്നിട്ടും ആകാശം ഒന്നും പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഈ ബന്ധം തകർക്കാൻ താല്പര്യമില്ല. പക്ഷെ നിങ്ങളെല്ലാവരും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഞങ്ങളുടെ ബന്ധം തകർക്കാൻ എന്തിനാ ശ്രമിക്കുന്നേ? ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ പോവാ. അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ഇനി മേലാൽ ഈ വീടിന്റെ പടി കിടക്കാന്ന് നിങ്ങൾ ആഗ്രഹിക്കാൻ കൂടി പാടില്ല. നോക്കു സരിത, ശൗര്യയും സന്ധ്യയും ഇത് ചെയ്തതാണോന്ന് എനിക്കറിയില്ല. ഞാൻ പോവാണ്. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് എന്നോട് നേരത്തെ ഒന്ന് പറയാറുന്നില്ലേ? കുറച്ചെങ്കിലും എന്നെ ഒന്ന് വിശ്വസിച്ചുകൂടായിരുന്നോ? ഗുഡ് മോർണിംഗ്.
ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തെങ്കിലും മോശമായിട്ട് നിന്നോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കും. ഇന്നലത്തേക്ക് വേണ്ടി റിയലി സോറി. ഈ കോഫി കുടിക്കേ. ആക്ച്വലി എനിക്ക് ഒന്ന് ഫ്രഷ് ആവാനുണ്ട്, കുറേ ജോലിയുണ്ട്. ഞാൻ പോയി വന്നിട്ട് കുടിക്കാം. വിക്രം സംസാരിക്കുന്നത്. ഇപ്പൊ എന്തിനാ വിളിച്ചേ? നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ എത്ര പ്രാവശ്യം പറയണോ എന്റെ പുറകെ വരരുതെന്ന്? എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കല്ലേ. ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് മറ്റാരും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്നും രഹസ്യമായി തന്നെ ഇരിക്കണം. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.